കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഹനുമാൻ സ്വാമിയുടെ ശാപത്തെക്കുറിച്ചൊക്കെ ബാബരും ഗിരിദേവനും ഉണ്ണിമോളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ബാബര് പറഞ്ഞു, ഒരിക്കലും ശമിക്കാത്ത പൈതാഹങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പം ഇവിടുന്ന് പോകാൻ കഴിയില്ല എന്ന് ചിത്രകേതുവിനും കാമിനിക്കും ഹനുമാൻ സ്വാമി ശാപം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഉണ്ണിമോളോട് പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ണിമോൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. അപ്പൊ അവർക്ക് ശാപം കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേങ്കില് അതുകൊണ്ടാണോ ഇനിയിപ്പൊ തങ്ങൾക്കും ഓർമ്മശക്തി തിരിച്ചു കിട്ടുകയല്ലേ എന്നൊരു ചിന്ത ഉണ്ണിമോളുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോളെ കൊണ്ടുപോയി അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചു കഴിയുമ്പോൾ അവരുടെ പൈതാഹങ്ങൾ ശമിക്കുമെന്ന് ഉണ്ണിമോൾക്ക് തോന്നുന്നുണ്ടോ? അവരുടെ വിശപ്പ് മാറും, അവരുടെ മനസ്സ് തൃപ്തിയാവുന്ന ഉണ്ണിമോൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. അല്ലാതെ ഇപ്പൊ ഞാൻ ഗിരിദേവ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയാം. അതൊന്നും നടക്കുന്ന കാര്യമില്ല, അവർക്ക് ശാപം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇത് കേട്ടപ്പോൾ ഉണ്ണിമോൾക്ക് വല്ലാത്ത വിഷമായി. ഇനിയിപ്പോ എന്ത് ചെയ്യും ഗിരിദേവാന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗിരിദേവൻ ബാക്കി കാര്യങ്ങൾ ഉണ്ണിമോളോട് പറയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം ചിത്രകേതും കാമിനിയും പോകുന്ന കണ്ടിട്ടില്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം മണിമാളിയെ കയറി കഴിഞ്ഞപ്പം അതിനകത്ത് അവരില്ലായിരുന്നു. അവര് പുറത്തേക്ക് പോയത് എന്തിനാന്ന് ഉണ്ണിമോൾക്ക് അറിയാവോ? ഇല്ലേ ഗിരിദേവ, അവരെങ്ങോട്ടാ പോയതെന്ന് എനിക്കറിയില്ല. അവര് ക്ഷേത്രത്തിലേക്ക് പോയതാ. ക്ഷേത്രത്തിലേക്ക് പോയതാ? അതെ, അവര് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാ. അവർക്ക് ശാപമോഷം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാന്ന് പറയാം. അങ്ങനെ പിന്നീട് കാണിക്കുന്ന ചിത്രകേതും കാമിനിയും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തൊഴുത് പ്രാർത്ഥിച്ച് തങ്ങൾക്ക് ശാപമോഷം കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് ദശരഥ പുത്രനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും ആഞ്ജനേയെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി ഞങ്ങൾക്ക് ശാപമോഷം കിട്ടണം. ഞങ്ങളെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ തെറ്റാണത്. ഇനി ഒരിക്കലും ഞങ്ങളത് ആവർത്തിക്കില്ല. ഞങ്ങൾ വിദ്യാധര ലോകത്തേക്ക് പോവാനായിട്ട് ഉള്ള അനുമതി നീ ഞങ്ങൾക്ക് തരണം. ഹനുമാൻ സ്വാമിയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഈ ദോഷം ഒന്ന് മാറ്റി തരണമെന്ന്. അത് മാത്രമല്ല, ഈ സമയം കാമിനി സീതാദേവിയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. സീതാദേവി, ഞങ്ങളുടെ ആ പ്രണയം അതുകൊണ്ട് ഞങ്ങൾ മറന്നുപോയ ചില നിമിഷങ്ങളാണത്. പക്ഷേങ്കിൽ ഹനുമാൻ സ്വാമി ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശാപം തന്നു. ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാ. ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവര് കഠിനമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞപ്പോൾ അവസാനം ദശരഥ പുത്രൻ പറഞ്ഞു, ഹനുമാൻ സ്വാമിനെ വിളിക്കുകയാണ്. 2-3 വട്ടം വിളിച്ചു കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, കേട്ടോ ഇവർക്കൊരു ശാപമോഷം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഹനുമാൻ സ്വാമി പറഞ്ഞു, അങ്ങ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ മറുത്തൊന്നും പറയാൻ സാധിക്കില്ല എന്ന് പറയാണ്. പിന്നീട് അവരോടായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ശാപമോഷം തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വരുന്ന മാഘപൗർണമിയില് ആ പൗർണമി നാളില് നിങ്ങളുടെ പൈതാഹങ്ങൾ മൊത്തം ശമിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിദ്യാധര ലോകത്തേക്ക് തിരികെ പോകാന്ന് പറയണം. എങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഹനുമാൻ സ്വാമി അപ്രത്യക്ഷമാവുകയാണ്. അപ്പൊ ആ മാഘപൗർണമിയില് അന്ന് അവരുടെ ദോഷങ്ങളൊക്കെ മാറണം, പൈതാഹങ്ങൾ ശമിക്കണം, എങ്കിൽ മാത്രമേ അവർക്ക് തിരികെ പോകാൻ പറ്റുള്ളൂ. ഇത് ഉണ്ണിമോളോട് പറഞ്ഞു. അപ്പൊ ഉണ്ണിമോള് പറഞ്ഞു, അപ്പം ഞാൻ ഇനിയിപ്പൊ എന്ത് കൊണ്ടേ കൊടുത്താലും അവരുടെ പൈതാഹങ്ങളൊന്നും ശമിക്കാൻ പോകുന്നില്ല അല്ലെ ഗിരിദേവാന്ന് ചോദിക്കുക. ഗിരിദേവൻ എന്ത് ചെയ്യാണ്? അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല, ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. പിന്നീട് കാണിക്കുന്ന ദേവകിയമ്മ ക്ഷേത്രത്തില് സങ്കടപ്പെട്ടിരിക്കുക. എന്ത് ചെയ്യണമെന്നറിയില്ല. ഉണ്ണിമോളിപ്പോ എവിടെയായിരിക്കും? ഒന്നും അറിയത്തില്ല. ദൈവമേ, ഉണ്ണിമോൾക്കൊരു ആപത്തും വരില്ല. അവൾക്ക് എന്തോ ആപത്ത് വരുന്ന പോലെ തന്റെ മനസ്സിലൊരു തോന്നലുണ്ടായത്. കാത്തോണ അയ്യപ്പ സമയം എന്ന് പറഞ്ഞിരിക്കുക. ഈ സമയം തിരുമേനി വന്നിട്ട് ചോദിച്ചു, അല്ല ദേവകിയമ്മ ഇതിനായിട്ടും പോയില്ലേ? എനിക്ക് പോകാൻ തോന്നുന്നില്ല, എനിക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല, എനിക്ക് ഉണ്ണിമോൾ എവിടെയാന്ന് അന്വേഷിച്ചറിയണം. അതിപ്പോ ദേവകിയമ്മ എങ്ങോട്ടാന്ന് പറഞ്ഞാ പോകുന്നേ? അതെ, ആ സ്ത്രീയോട് ഞാൻ ചോദിച്ചില്ല ഉണ്ണിമോളും ഗിരിദേവനെയൊക്കെ എങ്ങോട്ടാ കൊണ്ടുപോകണമെന്നുള്ളേ. ഒരു പക്ഷെ അവരെ കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടുമായിരുന്നെങ്കിൽ എനിക്കറിയാൻ പറ്റുമായിരുന്നു ഉണ്ണിമോൾ എവിടെയുണ്ടെന്ന്. തിരുമേനി പറഞ്ഞ്, പേടിക്കണ്ട, ഗിരിദേവന്റെ അവരുടെ കൂടെയല്ലേ പോയേക്കണേ, പിന്നെ എന്തിനു ദേവകിയമ്മ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിയുമ്പോഴത്തേനാണ് പറയണേ, ആ ജയന്തനല്ലേ വരണേന്ന് ചോദിക്കുക. പെട്ടെന്ന് ദേവിയമ്മ അവിടെ നോക്കി. ജയന്തനും കല്ലുവും കൂടെ അങ്ങോട്ട് വരുവാണ്. ജയന്തനും കല്ലുവിനെ കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ മുത്തശ്ശി ചോദിച്ചു, എന്തേ ഉണ്ണിമോൾ എന്തേന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം കേട്ടത് അവരൊന്ന് പതറി. ആദ്യം അവർക്ക് എന്ത് മറുപടി പറയാനും നടത്തില്ല. പെട്ടെന്ന് ജയന്തൻ പറഞ്ഞു, ഉണ്ണിമോള് ഞാൻ നിങ്ങളുടെ കൂടെയല്ലേ പറഞ്ഞു വിട്ടത്, അവരെന്തിയേ? ഗിരിദേവനുണ്ടല്ലോ, രണ്ടുപേരും കാണാനില്ലല്ലോ, അപ്പൊ അവരെ നിങ്ങൾ അവിടെ ഇട്ടിട്ട് പോകുന്നു ചോദിക്കാം. ഇത് കേട്ടപ്പോ കല്ല് പറഞ്ഞു, ഉണ്ണിമോള് ഞങ്ങളുടെ കൂടെ വന്നില്ല എന്ന് പറയണം. ഉണ്ണിമോള് വന്നില്ലേ? അതെന്താ ഉണ്ണിമോള് വരാതിരിക്കുന്നേ? ഉണ്ണിമോൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. ജയന്തൻ പറഞ്ഞു, അത് മുത്തശ്ശി, എനിക്കിപ്പോ ഉണ്ണിമോളുടെ അടുത്ത് പോകണം, എനിക്ക് ഉണ്ണിമോളെ കാണണമെന്ന് പറയാണ്. ഇത് കേട്ടൻ ജയന്തൻ പറഞ്ഞു, മുത്തശ്ശി ഇപ്പൊ അങ്ങോട്ട് പോണ്ട. അതെന്താ പോയാല്? അത് ഉണ്ണിമോൾക്ക് ഓർമ്മയില്ലെന്ന് പറയാണ്. ഓർമ്മയില്ലേ? നിങ്ങൾ എന്തൊക്കെയാ ജയന്ത പറയണേന്ന് ചോദിക്കുക. അത് മുത്തശ്ശി, ഉണ്ണിമോൾക്ക് ഓർമ്മയില്ല എന്ന് പറയണ. അത് കേട്ടാൻ മുത്തശ്ശി പൊട്ടിക്കരാൻ തുടങ്ങി. എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ ഉണ്ണിമോളെ കാണണം, എൻ്റെ ഉണ്ണിമോളെ കണ്ടാലേ എനിക്കൊരു സമാധാനം വരുവുള്ളൂ എന്ന് പറയാ. പിന്നീട്
കല്ല് പറഞ്ഞ് ഞങ്ങളെ അങ്ങോട്ട് ആ സ്ത്രീ ചതിച്ചു കൊണ്ടുപോയതാ. ശരിക്കും പറഞ്ഞ ഓട്ടുമണി പണിയാനായിട്ടൊന്നും അല്ല അങ്ങോട്ട് കൊണ്ടുപോയത്. പിന്നീട് മണിമാളിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയാണ്. മുത്തശ്ശി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എൻ്റെ കൂടെ വരാൻ പറയാണ്. പെട്ടെന്ന് കല്ല് പറഞ്ഞു, ഇനി ഞങ്ങളങ്ങോട്ട് വരത്തില്ല, ഞങ്ങൾ ഉപേക്ഷിച്ച് പോന്ന അവിടെ, കാരണം അത്രമാത്രം വെറുത്തുപോയി അവിടെ, പേടിയാവും കൂടി ചെല്ലാനായിട്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകത്തില്ല. തിരുമേനി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ദേവയമ്മക്ക് തന്നെ പോകാൻ പറ്റില്ലല്ലോ. ചെയ്യാന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാനൊരു വണ്ടി അറേഞ്ച് ചെയ്ത് തരാം, മുത്തശ്ശനെ അതിന് കയറ്റി വിടുകയും ചെയ്യാം. സ്ഥല കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം വണ്ടിക്കാരനോട്, മുത്തശ്ശനെ മണിമാളിയിൽ കൊണ്ടേ അവർ ഇറക്കിക്കോളൂ എന്ന് പറയണം. ദേവയും പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് അത് മതിയെന്ന് പറയണം. പിന്നീട് കാണിക്കുന്ന ഉണ്ണിമോളും ഗിരിദേവനും വാവനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗിരിദേവനോട് പറഞ്ഞു, ഇനിയിപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഗിരിദേവ, ഞാൻ ഇത്ര രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും അവർക്ക് വയറെന്നറിയില്ലല്ലോ, അവരുടെ പൈതാവ് ശമിക്കില്ലോ എന്ന് പറയാം. ഈ സമയത്ത് അങ്ങോട്ട് ജീവയും കൂടെ വരുന്നേ. അപ്പൊ ഉണ്ണിമോള് പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു പക്ഷേങ്കിൽ എനിക്ക് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു. മുത്തശ്ശിയുണ്ട്, അച്ഛനുണ്ട്, അവർക്കൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമാണ് ഗിരിദേവാന്ന് ചോദിക്കും. അപ്പൊ വാവര് പറഞ്ഞു, അതെ സ്നേഹമാണ്, ഉണ്ണിമോളെ അവർക്ക് ജീവനാന്ന് പറയണം. ഏറ്റവും കൂടുതൽ ഉണ്ണിമോള് സ്നേഹിക്കുന്ന ആരെയാന്ന് ഉണ്ണിമോൾക്ക് അറിയാന്ന് ചോദിക്കും. അതൊന്നും എനിക്കറിയില്ല ഗിരിദേവ, എന്റെ മനസ്സിൽ അവരുടെ മുഖം പോലും ഓർമ്മയില്ലെന്ന് പറയാം. ഗിരിദേവൻ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, അതൊക്കെ ഓർമ്മ ഉണ്ടായിക്കോളൂ എന്ന് പറഞ്ഞ് ഉണ്ണിമോളെ ആശ്വസിപ്പിക്കുകയാണ്. ഉണ്ണിമോള് പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട് ഗിരിദേവ, എനിക്ക് എൻ്റെ മുത്തശ്ശീനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, മുത്തശ്ശീനെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഗിരിദേവൻ എന്നെ ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിക്കാം. ഒരു പ്രാവശ്യം അകലെ നിന്നാണെങ്കിൽ ഞാൻ എൻ്റെ മുത്തശ്ശീനെ കണ്ടോളാം, എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ടില്ലേ, അതുകൊണ്ടല്ലേ ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോളുടെ ആഗ്രഹമാണെങ്കിൽ അത് സാധിച്ചു തരാം, പക്ഷേ ഒരു കാര്യമുണ്ട് ഉണ്ണിമോൾക്ക് രക്ഷപ്പെടണമെങ്കിൽ, ഓർമ്മശക്തി തിരികെ കിട്ടണമെങ്കിൽ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് ചോദിക്കുക. ഉണ്ടാക്കി കൊടുക്കണം, ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ നിങ്ങൾ ഇവിടുന്ന് ആഹാര സാധനങ്ങൾ കളക്ട് ചെയ്യാൻ തുടങ്ങിക്കോളാൻ പറയണം. അതിന് ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. ഈ സമയം ജീവ പറഞ്ഞു, ബാ ഉണ്ണിമോളെ നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് ഉണ്ണിമോളെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്. ഈ സമയത്ത് ദേവകിയമ്മ കാറെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഡ്രൈവർ ചോദിച്ചു, അല്ല ഇത് എവിടെയാന്നാ പറഞ്ഞേ. അപ്പൊ ദേവകിയമ്മ അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, പക്ഷേങ്കിൽ അവിടെ എത്തിയിട്ടൊന്നും കണ്ടില്ല, ഇവിടെ ഒന്നും ആരും കാണുന്നില്ല. അല്ല, ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രം ഉണ്ടെന്നാ പറഞ്ഞേ, അതിന്റെ അവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞേ. പക്ഷേങ്കിൽ ഇവിടെ നമ്മൾ ഇത്രയും സമയം വന്നിട്ട് ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രം ഒന്നും കണ്ടില്ലോ, ഒരു കാര്യം ചെയ്യാം, ഒരാളോട് ചോദിച്ചു നോക്കാന്ന് പറയണം. അങ്ങനെ അപ്പൊ അതിലൂടെ ഒരാളങ്ങ് നടന്നുപോയി. അയാളുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ലേട്ടാ ഇവിടെ ഈ മണിമാളിക എവിടെയാന്ന് അറിയാവുന്ന ചോദിക്കുക. പെട്ടെന്ന് അയാൾ പറഞ്ഞു, മണിമാളികയോ, ഇവിടെ മണിമാളിക ഇല്ലല്ലോ എന്ന് പറയണം. അല്ല, ഇവിടെ ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രം ഇല്ലേ, ഹനുമാൻ സ്വാമി ക്ഷേത്രം ഇവിടെ ഇല്ലോ എന്ന് പറയാം. ഇത് കേട്ടതും ഡ്രൈവർ വന്നിട്ട് പറഞ്ഞു, അതേ ഇവിടെ അങ്ങനെ ഒരു മണിമാളിയില്ല, ഹനുമാൻ സ്വാമി ക്ഷേത്രം ഇല്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് തിരികെ പോകാന്ന് പറയണം. ഇത് കേട്ടപ്പോ മുത്തശ്ശനിയെ, ഇല്ലില്ല ഞാൻ തിരികെ വരില്ല, എനിക്ക് തിരികെ വരാൻ പറ്റില്ല, എനിക്ക് എൻ്റെ ഉണ്ണിമോളെ കൊണ്ടല്ല തിരികെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അതൊരു ശേഷമുള്ളൂ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ചു ദൂരം കൂടെ പോയി നോക്കാന്ന് പറയണം. അങ്ങനെ കുറച്ചു ദൂരം കൂടെ അവര് നടന്നു. പിന്നീട് ദേവയും പറഞ്ഞു, വഴി മാറിപ്പോയെന്നാ തോന്നുന്നേ. ഇത് കേട്ടതും അയാൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഒരു മുത്തശ്ശി അങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞുകൊണ്ട് ദേവികമ്മനെ പിടിച്ചങ്ങോട്ട് ഇറക്കുവാണ്. എന്നിട്ട് ഇങ്ങനെ ഇറക്കി നിർത്തിച്ചു പറഞ്ഞു, അതെ ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ, മുത്തശ്ശി ഇനിയിപ്പോ കൊച്ചുമോളെ അങ്ങോട്ട് വന്നാൽ മതി. അയ്യോ, എന്നെ ഇവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ആരോടൊക്കെ ചോദിച്ചിട്ട് വന്നാൽ മതി, എന്റെ കൂടെ വരുന്നുണ്ട്, ഇപ്പൊ വരാം, ഇല്ലെങ്കിൽ ഇവിടെ നിന്നോ, എവിടെയാന്ന് വെച്ചാൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയണം. അങ്ങനെ അയാളും കൂടെ പോവാ. ദേവികമ്മ അവിടെ നിന്ന് കൈകുപ്പിന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ അയ്യപ്പസ്വാമി എൻ്റെ ഉണ്ണിമോളെ എവിടെയാണെങ്കിൽ നിന്ന് എൻ്റെ കൺമുനെ ഒന്ന് കാണിച്ചു തരണേ, എനിക്ക് വേറെ നിവൃത്തിയില്ല, എൻ്റെ ഉണ്ണിമോളെ എനിക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് കൈകൂപ്പിന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.